അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ നഹ്മദു നസ്വല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പ്രശുദ്ധമായ റമളാന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത പ്രശുദ്ധമായ റമളാന്റെ ഓരോ ദിവസങ്ങൾക്കും അള്ളാഹു അളവറ്റ പ്രതിഫലം ഓരോ മനുഷ്യനും നൽകും. വിശുദ്ധമായ റമളാന്റെ ആദ്യത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് അവ്വലുഹു റഹിമ. വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ആദ്യത്തെ 10 അത് റഹ്മത്തിന്റെ 10 ഈ റഹ്മത്തിന്റെ 10 കരഗതമാകണമെങ്കിൽ, റഹ്മത്ത് നേടണമെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ചവനുമായി അടുത്തേ മതിയാവുകയുള്ളൂ. അള്ളാഹുവുമായി എത്രത്തോളം ഒരു മനുഷ്യൻ അടുക്കുന്നോ അത്രത്തോളം അള്ളാഹുവും ആ മനുഷ്യനുമായി അടുക്കുമെന്ന് സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ പ്രമുഖരായ സ്വഹാബികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വിശുദ്ധമായ റമളാൻ ആകുമ്പോൾ തന്നെ അവർ ആ റമളാന് വേണ്ടി തയ്യാറെടുക്കുകയും ആ റമളാന് വേണ്ടി ധാരാളം നന്മകൾ കൊണ്ട് മുന്നേറുകയും റമളാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിച്ചത്, റമളാനിലൂടെ എന്താണോ കരഗതമാക്കാൻ പറഞ്ഞത്, റമളാനിലൂടെ എന്താണോ നേടാൻ പറഞ്ഞത്, അതെല്ലാം കൃത്യമായി അവരുടെ വിശുദ്ധമായ റമളാനിലൂടെ നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും കുറച്ച് ആൾക്കാരുമായി നല്ല വെയിലുള്ള, നല്ല ചൂടുള്ള അന്തരീക്ഷം, ഏറ്റവും കൂടുതൽ ചൂടായി കിടക്കുന്ന ഒരു സമയത്ത് ഒരൊറ്റയടി പാതയിലൂടെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും സംഘവും നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന് കുറച്ച് വിദൂരമായി ക്ഷീണത്താൽ അവരുടെ കാലുകൾ ഇടറാൻ തുടങ്ങി. ഒരു മരച്ചില്ല് കണ്ടു കഴിഞ്ഞാൽ അതിനടുക്കൽ അല്പം വിശ്രമിക്കാം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ ശരീരം എത്തപ്പെടുമ്പോൾ അങ്ങ് വിദൂരത്തായി കുറെ ആട്ടിൻപറ്റത്തെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാലനായ ആട്ടിടയനെ കാണുകയാണ്. വളരെ സന്തോഷം തോന്നി. തീർത്തും ഈ പ്രതികൂലമായ സാഹചര്യം, വെയിലുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ എന്തായാലും ആ ബാലന്റെ അടുക്കൽ വെള്ളമുണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ആട്ടിടയനായ ബാലന്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. പോയിട്ട് ആ മോനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ് മകനെ, അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ വളരെ ആശ്വാസമായിരുന്നേനെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആ ആട്ടിടയനായ ബാലൻ പറയുന്നുണ്ട്, ഇന്നി സോയിമുൻ, ഞാൻ നോമ്പുകാരനാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ചോദിക്കുന്നുണ്ട്, കഠിനമായ വെയിലിൽ ഈ തഴുവരയിൽ ആട്ടിൻപറ്റത്തിനിടയിൽ നീ നോമ്പുകാരനോ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആ ആട്ടിടയനായ ബാലൻ പറയുന്നുണ്ട്, അതെ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ ഇന്നത്തെ ദിവസം നോമ്പുകാരനാണ്. അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കി നിൽക്കുമ്പോ ആ ആട്ടിടയനായ ബാലൻ പറയുന്നുണ്ട്, ഉബാദുർ അയ്യാമൽ ഖാലിയ, നാളേക്ക് വേണ്ടിയുള്ള പാതയം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയും ആ ബാലന്റെ ഈമാനെ ഒന്ന് പരീക്ഷിക്കാനും തീരുമാനിച്ചു. ചോദിക്കുന്നുണ്ട്, മകനെ, നമ്മൾ വല്ലാതെ വിശന്ന് വളരെ അവശനായ നിലയിലാണ് വന്നത്, ഈ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു ആടിന് നൽകാമോ? ആ ആട്ടിടയനായ ബാലൻ പറഞ്ഞു, ഇല്ല, ഇത് എന്റേതല്ല, ഇന്നഹാ ലൈസത് ലീ, ഇത് എന്റേതല്ല, എന്റെ ആടല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തരാൻ സാധിക്കില്ല. വീണ്ടും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മകനെ, നിനക്ക് പൈസ തരാം, മാത്രമല്ല ഇത്രയും കിടക്കുന്ന ആടുകൾ, ഈ ആട്ടുംപറ്റത്തിൽ നിന്ന് ഒരു ആട് കുറഞ്ഞാൽ പോലും തന്റെ യജമാനൻ ഒരു കാരണവശാലും ഒന്നും പറയില്ല, വേണമെങ്കിൽ ഏതെങ്കിലും ചെന്നായെ പിടിച്ചാൽ മതി എന്ന് മറുപടി പറഞ്ഞാൽ മതി. 2 കാര്യങ്ങളാണ്. ആട്ടിടയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആട്ടിൻപറ്റുമായി ബന്ധപ്പെട്ട് സാധാരണയായി ആട്ടിൻപറ്റത്തിൽ നിന്നും ഏതെങ്കിലും ആടുകളെ ചെന്നായി പിടിക്കാറുണ്ട്. മാത്രമല്ല 500, 600, 700 ആടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ യജമാനൻ ഒരു കാരണവശാലും അതെന്നെ നോക്കാറുമില്ല. പക്ഷെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവോട് ആട്ടിടയനായ ബാലൻ പറഞ്ഞു, ഇത് എന്റെ വല്ലാത്തത് കൊണ്ട് എനിക്ക് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ചോദിച്ചപ്പോ ആട്ടിടയനായ ബാലൻ
ആ ആട്ടിടയനായ ബാലൻ, ഒരു കൊച്ചു ബാലൻ, അവൻ കരങ്ങൾ, ചൂണ്ടുകരലുകൾ വാൻലോകത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആകാശ ലോകത്തേക്ക് വിരൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഐനല്ലാ, അള്ളാഹു എവിടെ, അള്ളാഹു എവിടെ എന്നൊരു ചോദ്യം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറി. ഈ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലും മാത്രമല്ല ഇത്രയും വെയിലുള്ള സമയത്തും അള്ളാഹു ആണ് ഏറ്റവും വലുതെന്നുള്ള തഖ്വയോട് ജീവിക്കുന്ന ആട്ടിൻ പറ്റത്തിനിടയിൽ നിൽക്കുന്ന ഒരു ബാലനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കയുടെ പ്രാന്ത പ്രദേശത്തേക്ക് എത്തുന്നത് വരെയും ഖാല റായി ഐനല്ലാഹ്, ആട്ടിടയൻ പറഞ്ഞു, അള്ളാഹു എവിടെ, അള്ളാഹു എവിടെ എന്ന്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശുദ്ധമായ റമളാനിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞതും യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, ജീവിതത്തിൽ സൂക്ഷ്മത കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മളുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ടത്, ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ജീവിതത്തിന്റെ ഉടനീളം നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് അത് പരിശുദ്ധമായ തഖ്വയാണ്. ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞത് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. യാത്രയുടെ വിഭവം എന്ന് പറയുന്നത് അത് തഖ്വയാണ്. ഹജ്ജിന്റെ യാത്രയുടെ വിഭവം അത് തഖ്വയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ ഉടനീളം ഈ വിശുദ്ധമായ റമളാനിലൂടെ തഖ്വ ആർജിച്ചെടുക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.